ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ 3-ാം ദിനത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുന്നുവല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാകുന്നു. യോഹന്നാൻ 3:1 മുതൽ 8 വരെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് ഏവർക്കും ചിരപരിചിതമായ ഈ ഭാഗത്തിലെ നിക്കോദെമോസ് എന്ന വ്യക്തിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ചില ഉൾക്കാഴ്ചകൾ പങ്കുവച്ചുകൊള്ളട്ടെ. ഒന്നാമതായി, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യമാണ് നിക്കോദെമോസിൽ നാം കാണുന്നത്. നിക്കോദെമോസ് ഒരു ക്രിസ്ത്യാനിയായോ എന്ന ചോദ്യം ഇവിടെ ഉദിക്കാമെങ്കിലും ദൈവിക കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ താല്പര്യം ഈ ഭാഗത്ത് സ്പഷ്ടമാണ്. താൻ ആയിരിക്കുന്ന യഹൂദ മതത്തിലെ പ്രമാണിയും ന്യായപ്രമാണ വിദഗ്ധനുമായിരുന്നുവെങ്കിലും താൻ ആയിരിക്കുന്നതിൽ സുഖതൃപ്തനായിരിക്കാതെ കൂടുതൽ ദൈവിക മർമ്മങ്ങൾ അറിയാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ നോമ്പ് നാളുകൾ നമ്മുടെ ദൈവിക താല്പര്യങ്ങൾ പ്രചോദിപ്പിക്കപ്പെടേണ്ട സമയങ്ങളാണ്. രണ്ടാമതായി, പുതുജനനം ഒരു നിരന്തര അനുഭവമാണെന്നുള്ളതാണ്. എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? അമ്മയുടെ ഉദരത്തിൽ കടന്നാണോ എന്നൊക്കെ നിക്കോദെമോസ് ചോദിക്കുമ്പോൾ അതൊരു പ്രത്യേക സമയത്ത് ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമാണെന്ന് ധ്വനിയുണ്ട്. എന്നാൽ ക്രിസ്തു അതിനെ തിരുത്തുന്നു. പുതുതായി ജനിക്കുക എന്നാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നാണെന്ന് ക്രിസ്തു പറയുന്നു. വെള്ളത്തെ ദൈവവചനമായും ആത്മാവിനെ ദൈവാത്മ സാന്നിധ്യമായി മനസ്സിലാക്കിയാൽ പുതുജനനം എന്നത് നിരന്തരമായി വചനത്തിലും ആത്മാവിലും നിലനിൽക്കുന്ന അവസ്ഥയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നോമ്പ് നാളുകളുടെ ഉദ്ദേശവും മറ്റൊന്നല്ല, അത് പുതുസൃഷ്ടിയുടെ നിലനിൽപ്പിന് ആക്കം കൂട്ടുന്ന ശീലങ്ങളുടെ അനുഭവ ദിനങ്ങളാണ്. അവസാനമായി ഈ ഭാഗം നൽകുന്ന മറ്റൊരു ഉൾക്കാഴ്ച പുതുജനനം ദൈവാത്മശക്തിയാൽ എന്നതാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദൈവാത്മാവിനാലാണ് നാം പുതുജീവിതത്തിന് അംശികളായി തീരുന്നത്. ആ ആത്മാവിന്റെ ശക്തിയാണ് നമ്മെ നിരന്തരം പുതുക്കുകയും നമ്മിൽ നിറഞ്ഞ് നമ്മെ പൂർണ്ണതയുള്ളവരാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ മാനുഷിക ബലഹീനതകളെ മറികടക്കുന്ന ദൈവിക ശക്തിയുടെ സാന്നിധ്യം തന്നെയാണ് ഈ ആത്മാവ്. വലിയ നോമ്പിന്റെ ഈ നാളുകൾ നമ്മുടെ ബലഹീനതകളെയും വീഴ്ചകളെയും തിരിച്ചറിയുന്ന നാളുകളായി തീരട്ടെ. പുതുജനന അനുഭവം സ്വായത്തമാക്കി അതിൽ നിലനിൽക്കുന്ന നാളുകളായി തീരട്ടെ. പരിശുദ്ധാത്മ ശക്തിക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്ന സമർപ്പണ ദിനങ്ങളായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വീണ്ടെടുക്കുന്ന ദൈവമേ, ഈ നോമ്പ് നാളുകളിലൂടെ ഞങ്ങളെ നിന്റെ ദൈവരാജ്യ അനുഭവത്തിൽ സ്ഥിരപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്നോടുള്ള അദമ്യമായ സ്നേഹവും ആഗ്രഹവും ഇനിയും ഞങ്ങളിൽ വളർത്തണമേ. ആ അനുഭവം ഞങ്ങളിൽ നിരന്തരമായി നിലനിർത്തണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ വഴി നടത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.